വെൽക്കം ബാക്ക് ടു എൻജോയ് ജെകെ. നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് നമ്മളൊരു മൂവിയുടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ട്രെയിലേഴ്സ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറെ മെസ്സേജസ് എനിക്ക് കിട്ടാറുണ്ട്, അതായത് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ, അതായത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻജോയ് ജെകെ. ബിക്കോസ് വൺസ് അപ്പോൺ എ ടൈം നമ്മൾ എൻജോയ് ജെകെ ആയിരുന്നു ഭയങ്കരമായിട്ട് ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനൽ. അത് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ അങ്ങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ചാനൽ ആക്ച്വലി പോയിട്ട് തിരിച്ചു പിടിച്ച ചാനൽ, തിരിച്ചു വന്നല്ല, പിടിച്ച ചാനലാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ പറയാ, തമിഴ് ആൻഡ് മലയാളം ട്രെയിലേഴ്സ് ആൻഡ് സോങ്സ് ഒക്കെ നമ്മൾ ഇടാറുണ്ട്. പക്ഷെ ഇനി ഒരു മാസം 1.5 മാസത്തോളം ഏകദേശം കുറച്ചൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ ഒരു മൂവിക്ക് നമുക്ക് കുറെ സജഷൻസ് വൺസ് അപ്പോൺ എ ടൈം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രദീപ് രംഗനാഥിന്റെ മൂവീസ് ഒക്കെ നമ്മൾ കോമാളി ചെയ്ത സമയത്ത് ഡ്രാഗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോ അദ്ദേഹത്തിന്റെ പുതിയൊരു പടം, അത് ഡ്യൂഡിന്റെ സംഭവങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. വടറങ്ങിയ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒന്നിന് വന്നോണ്ടിരിക്കുന്ന സജഷൻസ്. അപ്പൊ നമ്മൾ വിചാരിച്ചു വൈ ഡോണ്ട് വി സ്റ്റിൽ ലൈക്ക് ദിസ് മൂവി എന്നുള്ളത്. പടം വേറെ ഒന്നല്ല, ലവ് ടുഡേ ആണ്. 2022 മൂവിയാണ്. അപ്പൊ ഈ മൂവിനെ പറ്റിയിട്ട് പറയാന്നുണ്ടെങ്കിൽ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ പ്രദീപ് രംഗനാഥൻ. ആൻഡ് ഇതിലെ ആക്ടേഴ്സ് അദ്ദേഹം തന്നെ അഭിനയിക്കുന്നുണ്ട്. ആൻഡ് ഇവാന രവി ആൻഡ് യോഗി ബാബു. അത് കാസ്റ്റ് ആണ് ആക്ച്വലി ഭയങ്കര സ്പെഷ്യൽ. അതായത് എല്ലാവരും ഭയങ്കര ഒരു പുതിയ പേരുകളാണ് അല്ലേ. രവി നമുക്ക് അറിയാലോ, നമ്മുടെ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ യോഗി ബാബു എനിക്കൊന്ന് കോമാളി ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ അവിടെ. ജയൻ രവിയുടെ കൂടെ ഗംഭീരായിരുന്നു. ശരിക്കും ആ ഒരു മൂവി എന്തുകൊണ്ടായിരുന്നു നമ്മൾ അതിനുശേഷം ഇത് ചെയ്യാതിരുന്നത്? ഇല്ല, കോമാളി കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ആക്ടറിന്റെ ചേഞ്ച് ചെയ്ത സമയത്ത് അങ്ങനെ എന്തോ ആയിരുന്നു. ചിലപ്പോൾ നമ്മൾ ലവ് ടുഡേ നെക്സ്റ്റ് ചെയ്തത്. കാരണം കോമാളി ചെയ്ത സമയത്ത് നമ്മൾ എന്തായാലും വിചാരിച്ചിരുന്നു ഈ മൂവി നെക്സ്റ്റ് എന്തായാലും ചെയ്യണം, വന്നിരുന്നു. പക്ഷെ അതുകൊണ്ട് മൈ ബി ലൈക്ക് ഒരു ചേഞ്ച് ആവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് പിന്നെ ആ ഒരു മോഡ് അത് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മള് അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നത്. പക്ഷെ അതിനുശേഷമായിരുന്നു ആ മൂവിയിലെ സീൻസ് ഒക്കെ നല്ലോണം കേറിയത്. കോമാളിയില് ഫസ്റ്റ് കേറിയില്ല, അധികം കുറച്ച് കയറ്റം കുറവായിരുന്നു സീൻസിനൊക്കെ. പക്ഷെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആ മൂവിയിലെ സീൻസ് ഒക്കെ ഗംഭീരമായിട്ട് കേറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക് വന്നിരിക്കുന്നത് നമ്മള് കുറെ പാട്ടുകളൊക്കെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അല്ല, ആണോ? അതെ അതെ, അതിനകത്ത് സോങ്സ് കുറച്ച് വ്യത്യാസമാണല്ലോ, വൈബ് ഡിഫറെന്റ്. ആ മ്യൂസിക് ഡയറക്ടർ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ആ ഫ്രെയിം കാണിക്കാൻ വേണ്ടിട്ട് കാണിച്ചിട്ടുണ്ടോ സൈഡ് ആംഗിള്? ലവ് ടുഡേ ഇന്നത്തെ പ്രണയം, ലവ് ആജ്കൽ. ഇത് കാണിച്ചുണ്ടോ ചിപ്പൊക്കെ പുതിയ കാലത്തെ സിം, ക്വാൽകോം സ്നാപ്ഡ്രാഗൺ ചിപ്പ്. ക്വാൽകോം ചിപ്സ് അല്ലേ കാണിക്കുന്നത്? ഫോൺ വരുന്നതാണ് കാണിക്കുന്നത്. ഫോൺ ഫോണിന്റെ മേക്കിംഗ് ആണ്. സ്നാപ്ഡ്രാഗൺ മറ്റേതൊക്കെ ഇടില്ലേ, ചിപ്പൊക്കെ ഇടില്ലേ, അത് ബാറ്ററി ഇടുന്നു. ഞാൻ അതുപടി അങ്ങനെയാണ് കാണിച്ചേനി. ഇല്ല, OnePlus അഡ്വർടൈസ്മെന്റ് ഫോണിന്റെ ഉണ്ടാവുന്ന സംഭവം ഡിസ്പ്ലേ വെച്ച്. പിന്നെ അതിന്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പറ്റുന്നില്ല OnePlus. നോക്കി പുറത്തുനിന്നല്ലോ വരാ അതിന്റെ അഡ്വർടൈസ്മെന്റ്. ഹോൾ പ്രോസസ് കാണിക്കുന്നു.
ആ പെട്ടി തന്നെ അതന്നെ കാണിച്ചോണ്ട് അതിന് ഭയങ്കര ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ. ഓ ഇനി അതായത് വാങ്ങാൻ വരുന്നതാണ് ഇനി കാണിക്കുന്നത് ആരെങ്കിലും. അതെ ഓരോന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് പോയില്ല. ഇതിലെ മെയിൻ ആരെങ്കിലും വാങ്ങുന്നതായിരിക്കും അത്. ഹീറോ ഹീറോയിൻ ആരെങ്കിലും അല്ലെ? ആ അതെന്താ മെയിൻ. ആ അവിടെ നിന്ന് ഇൻട്രോ മേക്കറേ. കഷ്ടപ്പെട്ട വാങ്ങണേ. ഗിഫ്റ്റാണാ? വെറുത്തനല്ലോ. ഉത്തമൻ വെറുത്തനോ? മറ്റേ പടം ഇട്ടാമോ അടിപൊളി. ആ അങ്ങനത്തെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ഗിഫ്റ്റ് കൊടുക്കാണോ? ഓ അതിന്റെ ഡിസ്പ്ലേ ഒക്കെ പോയേക്കാണ് പഴയ ഫോണ്. ഡയലോഗ് പറഞ്ഞില്ല ഡെലിവറി ആയിട്ട്. ഒരു ഡയലോഗ് പോലും കാണിച്ചില്ല. വിഷ്വൽ പ്രസന്റേഷൻ ആണ്. പറ്റി എല്ലാം தெரியும் ബേബി. இல்ல பிரதீப், என் அப்பாட்ட என்ன சொல்றது? ஏதாவது சொல்லி சமாளி. ஏன் ഓ മെയിൻസ് പറയാൻ പറ്റില്ലല്ലോ അതായിരിക്കും. സ്കോർ ഉണ്ടോ? വേണു ശാസ്ത്രി. ഓ ഓ PhD MPhil. തിരുമണ മാറ്റി കിടിണ്ടോ? ആ അതന്നെ അതന്നെ. உங்களை சர்ப்ரைஸ் பண்ணலாம்னு சொல்லணுமா? I'm surprised. கணிதா போய். இல்ல ஸ்வேதாவோட பொண்ணு. ஆமாப்பா. அக்கா தங்கச்சி என்ன எப்பவுமே ஆன்லைன்ல வாங்குங்க ஆஃபர் சொல்றீங்க. நீங்க நேர்ல போறீங்க. உங்களுக்கு தான் ஆஃபர்ப்பா. ஃபிளிப்கார்ட்ல பிக் பில்லியன் டே. தொட்டு பார்த்து ഒരുമിച്ച് പറയും. தொட்டு பார்த்து வாங்கலாம்னு. ஓகே. Just joking. Wait. சிங்கிள்ப்பா. How much? 35,000. How come? ரேட் வச்சிருந்தேன்ப்பா. 35,000. மோகஸ் எப்படி வேணும் செலவு பண்ணி. இல்லப்பா. ஓகேப்பா. പട്ടിയോട് പോയി. അമ്പോ ലുക്ക്. ഓ എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആണ് അല്ലേ സീൻസ്. ആ ശരിക്കും കുത്തേരി. நல்லா இல்லையா? இல்ல இன்னும் கொஞ்ச நேரத்துல என் கையை எடுத்துருவல. டேய். ஃபன் ஃபன். இந்த கை எடுத்துறேன். ஆனா இந்த கை எப்பவுமே உன்னை பிடிச்சுட்டே இருக்கும். இங்கிலே. ഓ ഓ കൈവരമുള്ള ഇതിനകത്ത്. അമ്പോ റൊമാൻസ് കാണിക്കുന്നു ഭയങ്കരമായിട്ട്. கையில காப்பு காதுல தோடு. உங்க அம்மா எதுவும் கேட்க மாட்டாங்கல்ல?
അമ്മയും കിടലൻ കാസ്റ്റിംഗ്. எப்ப பார்த்தாலும் போன நோடிட்டு இருந்தா அப்படிதான் ഓ பையன் என்ன பண்றான் நோடிட்டு என்ன போன கரோலே மொபைல் லைட் பண்ணி மொபைல் கதைச்சிட்டு ஆத்துவே போகும்போது எதுக்கு போனேன் சாப்பிடும்போது எதுக்கு போனேன் கப்பத்துக்கு எதுக்கு போனேன் நைட்டு ஃபுல்லா போனேன் அங்க வச்ச சூடு ஏறி குழந்தை பிறகு நான் டவுட் இதை காதல மாட்டேன் அடுத்த பள்ளி சத்தம் எப்படி கேட்கும் 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 இப்ப கூப்பிட்டு என்ன கேட்டேன் போன நோட்டிட்டு சாப்பிட்டா இப்படிதான் റീൽസ് എക്സൈറ്റേഷൻ പോലെ അല്ലേ? சார்ஜ் போட்டேன். ஏய் நான் கொடுத்த மாதிரி நல்லா பார்த்துக்கோ. ആ? பாருங்க இதுல வர காசா முக்கியம் இல்ல என்னம்மா சம்பந்தமே இல்லாம அறிவு இல்லாத மாதிரி பேசிட்டு இருக்க ஆமாட்டா எனக்கு அறிவு இல்லடா இன்னும் 2 நாள் உன் அப்பா நிச்சயதார்த்தத்தை வச்சுட்டு இப்படி மொபைல சார்ஜ் அப்படி வச்சிருக்கே நீ பேப்பர் எல்லாம் படிக்கிறது இல்லையா ஒரு மொபைல் வச்சு சென்று போயிட்டான் நீ இல்லாம உன் அக்காவோட கல்யாணம் எப்படி நடக்கும் எங்க அம்மா நான் செத்துருவேனே முடிவு பண்ணிட்டாங்க. சரி திவ்யாக்காக்கு இந்த கல்யாணத்துல இன்ட்ரெஸ்ட் இருக்கான்னு கேட்க புரிஞ்சுங்க கேட்டியா ഓ ഓ போய் வாய்மா இல்ல மத்தவங்களுக்காக கல்யாணம் பண்றீங்க. இந்த கேஸை சாப்பிட்டு தேங்க்ஸ். வேண்டாம் இல்ல அரேஞ்ச் மேரேஜ் யார் என்னன்னே தெரியாம அதான் தெரியுமேடா பேரு யோகி டாக்டர் சீஃப் டென்டிஸ்ட் வேற என்ன டாக்டர் அம்மா வரி அறிவியல பத்தி பேசிட்டு இருக்காரு. டாக்டர்ன்றது தொழில், நான் சொல்றது கேரக்டர். ஒருவேளை இந்த டாக்டர் யோகியே ஒரு குடிகார டாக்டரா இருந்தா, சைக்கோவா இருந்தா, சிரிக்கிறவனா இருந்தா, எல்லாருக்கும் சிரிக்கிறவனா இருந்தா, சிரிக்கிறவனா இருந்தா, அறிவில்லாதவனா இருந்தா, டாக்ஸிக்கா இருந்தா, இந்த மாதிரி நான் அப்பா இல்ல ஓவர்ட்டா இருந்தா, ஈகோ கொஞ்சம் போதும் பிரதி இல்ல பின்ன யாருனே தெரியாதுன்னு எப்படி கட்டுக்கிறியா? லைஃப்ல வாழணும் இல்ல. அவங்க சிரிக்கிறாங்கன்னா எதுக்கு சிரிக்கிறாங்க, முறைக்கிறாங்கன்னா எதுக்கு முறைக்கிறாங்க அவங்க. ഓ ബ്രദർ അല്ലേ? அவங்க நினைச்சாலே நமக்கு புரிய வேண்டாம், எல்லாமே தெரிஞ்சு. ஒருத்தங்க தெரிஞ்சுக்கிறதுக்கு எவ்வளவு நாள் எடுக்கும் நினைக்கிறேன் ஒரு வருஷம் நிச்சயதார்த்தத்துக்கு அப்புறம் 8 மாசம் இருக்கும் அது பத்தாது அதை பத்தி தெரிஞ்சுக்கிறது 8 மாசத்துக்கு அப்புறம் குடிக்கலன்னா என்ன செய்வாங்க இதே கதை என்ன முடியல, உனக்கு புரியல மாதிரி சொல்றேன். ஹோட்டலுக்கு போயிட்டு ஒரு தெரியாத ஐட்டத்தை ஆர்டர் பண்றேன், அது வந்த பிறகு அது நல்லா இருந்தா என்ன செய்யும்? அந்த கெட்டு போன கேஸை உங்ககிட்ட தள்ளி விட்ட மாதிரி தள்ளி விட்டு போயிட்டே புரியல. விட்டுடா யாருக்கும் நம்ம மாதிரி அமைஞ்சிருமா ഓ அதுவும் கரெக்ட் தான் பேபி. ഓ வீட்டுல மாப்பிள்ளை பிரஷர் தாங்க முடியலடா ஒரே பூமர் மாப்பிள்ளையா காட்டுறாருடா புரியலன்னு சொல்லுங்க. எதுக்கு பிடிக்கல டெய்லி 10 பாடி எழுதி தள்ளிருக்காரு 10வது பாட்டுக்காக உண்மையாவா வெயிட் பண்ணிட்டு இருக்கேன் பிரதி என்ன வயசாகுது? உனக்கு என்னப்பா 24 வயசு தான் ஆகுது எனக்கு 24 வயசு ஆகுது அக்கா கல்யாணம் முடியட்டோம்னா டைம் கொடு, நான் பேசுறேன். இதுல வேற எங்க ஆபீஸ்ல கௌஷிக் இருக்காங்கயா ஆமா ஓ மை காட் அவன் படத்துக்கு கூப்பிட்டாண்டா நான் வரலன்னு சொல்லிட்டேன் இது ஸ்கிரீன்ஷாட்
ராணி எனக்கு உங்களை பத்தி தெரியும் ஸ்கிரீன்ஷாட்ல எனக்கு சொன்னேன். சரி ஏதாவது போட்டோ அனுப்பு. ப்ளீஸ் பார்த்து டெலிட் பண்ணி போடாது, டெலிட் பண்ணிக்கிறேன். அனுப்பியா ப்ளீஸ் 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 அனுப்புறேன் ப்ளீஸ் அனுப்பியா. எதுவுமே தெரியல, இன்னும் கொஞ்சம் பெட்டரா அனுப்ப. അവിടെ നിർത്തിയാൽ നമുക്ക് ആ വേറെന്തോ സീനില്ലായിരുന്നു ആ അവിടെ നിർത്തിയപ്പോ ആ അല്ലേ? എന്തോ നെക്സ്റ്റ് സീൻ എന്തോ വേറെ ആ എന്റെ ഓരെ ഭയങ്കര ഒരു എന്റർടൈനർ സംഭവം. അതായത് തുടങ്ങിയ തൊട്ടിട്ട് മനസ്സിലാവുന്നില്ല, ഭയങ്കര ഒരു ഫാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അതായത് സീനും. ഏറ്റവും എടുത്തു പറയുന്നത് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള സ്ക്രീൻ. അതായത് ഇങ്ങനെ പുതിയ കാലത്തിന്റെ ഒരു സിനിമ അല്ലെ, എല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 2022 പടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 വർഷം കണ്ടു കഴിയുന്ന സമയത്ത് 3 വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോ ഇത് ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ. അത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കണ്ണെടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ഒരു നരേഷൻ സ്റ്റൈൽ തന്നെ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ആ ഒരു കുട്ടി വന്നിട്ട് ഇത് നടുന്ന തൊട്ടിട്ട് കാണിച്ചിട്ട് ആ ചെടി വളരുന്നൊന്നും കാണിച്ചില്ല. പക്ഷെ നെക്സ്റ്റ് കാണിക്കുന്ന ഫോണ് ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത്. നേരെ ചെടിക്ക് പകരം ഫോണാണ് അവിടെ കാണിച്ചത് ഉണ്ടാവുന്നത് അല്ലെ. ഫോണിന്റെ ഒരു പ്രോസസ് അല്ലേ കാണിച്ചത്. ഞാൻ ഫോണിലൂടെയാണ് പ്രദീപിന്റെ എൻട്രിയും കാണിച്ചത്. അത് കഴിഞ്ഞ ശേഷം പിന്നീട് അങ്ങോട്ട് ഫുള്ള് മറ്റേ ഒരു എല്ലാവരും ഭയങ്കര സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. കോമാളിയില് ഫോൺ ഉണ്ടായിരുന്നില്ലേ? കോമാളിയില് ജനറേഷൻ തന്നെ പറയുന്നത്, പുതിയ ജനറേഷൻ തന്നെ. പഴയ കാലത്ത് ആള് പുതിയ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ ആഫ്റ്റർ കോമ. ഓക്കെ അപ്പൊ ഇതും ഏകദേശം ആ ഒരു ഫോണിന്റെ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ടിപ്പിക്കൽ അമ്മ, ആ ഒരു അച്ഛനപ്പുറത്തും ടിപ്പിക്കൽ അച്ഛൻ അവിടെ നല്ല രസത്തിൽ കാണിച്ചായിരുന്നു സത്യരാജൻ. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയാ, ആ ഒരു ആളുടെ ഒരു ഗെറ്റപ്പ് അടക്കം അത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫാദർ ആണ്, പക്ഷെ ഓവർ ക്വസ്റ്റ്യനിങ് ഇല്ല. അതായത് മനസ്സിലാക്കിയിട്ട് വേഗം ഒഴിവാക്കും. ആൾക്ക് മനസ്സിലാക്കില്ല, അല്ല എന്തൊക്കെയോ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിടും. ആള് ഭയങ്കര ക്വാളിഫൈഡ് ആണ്. അപ്പൊ ആ ഒരു എഡ്യൂക്കേഷന്റെ ഒരു ക്വാളിറ്റിയും ആളവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഓവർ ടോക്ക് ചെയ്യാണ്ട് എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് മൈറ്റ് ബി ആ ഒരു പ്രായത്തിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കാം ചോദിക്കാത്തത്. പക്ഷെ ആൾക്കെല്ലാം അറിയാം, ആ ഒരു റൂട്ടൊക്കെ അറിയാം എന്നുള്ള. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അമ്മ മുഴുവൻ നേരം ആളുടെ പുറകെ തന്നെ ഉള്ളത്. പ്രദീപ് രംഗനാഥിന്റെ ആ ഒരു ഹീറോയുടെ അത് ഭയങ്കര രസത്തിൽ തന്നെ രാധിക മാം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു സീനെ കറക്റ്റ് നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനാണ്. പ്രത്യേകിച്ച് ആ ഒരു ഫോൺ, എന്തിനും ഫോണിനെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഫോണാണ് കാരണം. ഏറ്റവും രസപ്പെട്ട ആ എക്സാജറേഷൻ സ്റ്റൈൽ പോലെ ഓഫീസിലാണ് അവസാനം കാണിച്ചത്. ഓഫീസിലാണെന്ന് തോന്നുന്നത്. അവിടെയും ആക്ച്വലി വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെയാണെങ്കിൽ യോഗി ബാബുവിന്റെ അതും ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. കാരണം ഗ്രൂമായിട്ട് യോഗി ബാബുവിനെ കാണിച്ചിരിക്കുന്നത്. കാരണം പല മൂവീസിൽ അദ്ദേഹത്തെ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും കോമഡി സീനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങനെ കൊണ്ടുവന്ന് കുറച്ചു പിന്നെ കാണാതെ പോകുന്ന അവസ്ഥ. പക്ഷെ ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഒരു ഗ്രൂം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണിച്ചിരിക്കുന്നു. ആ ക്യാരക്ടറും നരേഷനും നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത് യോഗി ബാബു ചെയ്യുമ്പോൾ നല്ല രസമാണ്. കാരണം ആൾക്കൊരു സീരിയസ് കോമഡി ടച്ച് നല്ലോണം ചെയ്യാൻ പറ്റും. ആള് മറ്റേ അവിടെ ഉണ്ടായിരുന്നല്ലോ, കോമഡിയിൽ ഉണ്ടായിരുന്നല്ലോ. നല്ല റോളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇതിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈക്കോ ആണെങ്കിൽ എങ്ങനെയായിരിക്കും മറ്റേ അത് നല്ല രസമുണ്ടായിരുന്നല്ലോ ഓരോ ഭൂമിയുടെ അല്ലേ. ആ ഭൂമിയുടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതായത് ഓരോ ഷോട്ട് നല്ല ഗംഭീരായിട്ട്. അപ്പൊ ഓരോരോ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ആ ഒരു അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഓരോ ഫ്രെയിംസിന്റെ ഒരു ബ്യൂട്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമുക്കൊരു ലാഗിങ് പോലും തോന്നാതെ എന്താ പറയാ ഭയങ്കര കണക്ട് ആവുന്നതാണ് എല്ലാ സംഭവങ്ങളുള്ളത്. അത് കോമളിയിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മൂവിയിലും അപ്കമിങ് ആയിട്ടുള്ള വരുന്ന സീൻസിൽ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പൊ ഡ്യൂഡും വന്നേക്കാണ്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അദ്ദേഹം അല്ലല്ലോ ഡ്യൂഡിന്റെ ഡയറക്ഷൻ അല്ല, പക്ഷെ ഡയറക്ഷൻ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൈയടത്തൽ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇപ്പൊ റീസെന്റ് ഒരു സിനിമകളൊക്കെ പ്രദീപിന്റെ എനിക്ക് കുറച്ചും കൂടി ഇപ്പൊ ഡ്രാഗൺ ആണെങ്കിലും പുതിയ കാലത്തിന്റെ കഥ നല്ല രീതിയിൽ പറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ വന്ന് അഭിനയിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് വരും. പ്രദീപ് രംഗനാഥൻ കൂടുതൽ മലയാളി ആക്ട്രസിനെയാണോ എടുക്കുന്നത് ഇല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മള് മറ്റേ ഫസ്റ്റ് ഇതിനകത്ത് ഇവാൻ എനിക്ക് തോന്നുന്നു മലയാളി ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ഞാൻ വായിച്ചു മലയാളിയാണ്. ആൻഡ് വൺ മോർ തിങ്, മറ്റേ മൂവിയിൽ അനുപമ പരമേശ്വരൻ ഇല്ലേ മറ്റേ പടത്തിനകത്ത്, ഡ്രാഗണില്
ഡ്രാഗണിലുണ്ട്. അതിനകത്ത് മറ്റേ നായിക വേറെയാണ്, പക്ഷെ അതിനകത്ത് അനുപമയുണ്ട്. ഇതിനകത്ത് ഇപ്പൊ മമിത അല്ലേ? അതായത് എന്തോ ഒരു എനിക്ക് തോന്നുന്നു ലൈക്ക് ഞാൻ മൂവീസ് ഇപ്പൊ 1-2-3 മൂവിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ആള്. പക്ഷെ അതിനകത്താണെങ്കിൽ കുറെ സിനിമ, പക്ഷെ എന്താ നായികമാരുടെ സെലക്ഷൻ വരുന്ന സമയത്ത് കൂടുതലും മലയാളി നായിക എടുക്കാറുള്ളത്. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ വേറെ നായിക വന്നതും എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അതിനകത്ത്. മറ്റേ ഡ്രാഗണിലെ ഫസ്റ്റ് നായിക കോമാളിയിലാണെങ്കിലും ഒരാള് കന്നഡ ആക്ട്രസ് ആണ് മറ്റേ നമ്മള് അതിന്റെ അകത്ത് വരുന്ന ഫസ്റ്റത്തെ അതെ അതെ, ആള് കന്നഡയും പിന്നെ ആണെങ്കിൽ അടുത്ത ആള് മറ്റേ കാജലും. പക്ഷെ എന്ന് വെച്ചാൽ അതിനകത്ത് ആക്ടർ അല്ലല്ലോ, മാച്ച് ആണ്. പക്ഷെ ആളുടെ പടത്തിനകത്ത് കൂടുതലും മലയാളീനെ എടുക്കാൻ നോക്കാറുണ്ട്. അത് എനിക്കറിയില്ല, ചിലപ്പോ മലയാളികൾക്കും കൂടി ആ ഒരു കാണാനായിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ കണ്ടന്റ് ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. കുറെ ന്യൂജനാണ്, പുതിയ കാലത്തിന്റെ പറയുന്ന സമയത്ത് എല്ലാവർക്കും ദഹിക്കണല്ലോ. അപ്പൊ അത് ചിലപ്പോൾ എനിക്ക് മലയാളീസിനെ കുറച്ചുകൂടി കണക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.